ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെർനസർ. അപ്പോൾ ആദ്യം തന്നെ ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. എല്ലാവരും പെരുന്നാളിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സലാലയിൽ ഫസ്റ്റ് ഡേ ആണ്. അളിയനും കാക്കും പെരുന്നാൾ നിസ്കാരത്തിന് പോയി. എൻ്റെയും നിസൻ്റെയും ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെ മാനേജ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഒരു കഫ്റ്റീരിയയിൽ നിന്ന് കുറച്ച് സാൻഡ്വിച്ചസൊക്കെ വാങ്ങി നമ്മൾ നേരെ ഇനി നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വണ്ടിയിൽ നിന്ന് തന്നെ ഒരു ചെറുതായിട്ട് കഴിക്കാം. പിന്നെ നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ അവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ തെങ്ങും തോപ്പുകളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട് ഓർമ്മ വരുന്നത്, നാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും GCCയിൽ ഇനി ഇങ്ങനെ ഒരു സ്ഥലം വേറെ ഉണ്ടാവുമെന്ന് തോന്നില്ല. ഈ തെങ്ങും തോപ്പുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. നല്ലൊരു ക്ലൈമറ്റുമാണ്, നല്ല പുറത്ത് നല്ല വെതറാണ്. ഇപ്പോൾ ഇവിടെ ഖരീഫ് സീസണാണ്. ഖരീഫ് സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജൂൺ പകുതി മുതൽ ജൂൺ ലാസ്റ്റ് 2 വീക്ക് മുതൽ ഒരു സെപ്റ്റംബർ പകുതി വരെയാണ് സലാലയിൽ ഖരീഫ് സീസൺ. നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു 2 വീക്സേ ആയിട്ടുള്ളൂ ഇപ്പോൾ മഴ പെയ്തിട്ടും. ശരിക്കും ഒരു ഓഗസ്റ്റ് ഒരു മിഡിലൊക്കെ വന്നാൽ ഖരീഫ് സീസണിൻ്റെ നല്ല പീക്ക് ടൈമിൽ നല്ല കിടിലൻ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തോന്നുന്നു. കുറേ UAE രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളും റജിക്കയും ഫാമിലിയുമാണുള്ളത്. പിള്ളേരൊക്കെ നല്ല വൈബായിട്ട് പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കാണുന്നൊരു മിന്നായം പോലെ കാണുന്നുണ്ട്. കുറച്ച് വെള്ളം ആയിട്ടുള്ളൂ, മഴ പെയ്ത് 2 വീക്സേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ദോഫാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൗണ്ടൻസ് ഏരിയ ആണ്. ഇവിടെ ചെറിയ ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ, 1-2 കുഞ്ഞു വാട്ടർഫോൾസ്. അപ്പോൾ നമ്മളിവിടെയൊക്കെ കണ്ടു കഴിഞ്ഞു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വാദി ദർബത്തിലേക്ക് പോവുകയാണ്. അവിടെ ആ വാദിയിൽ ചെറിയ കയാക്കിംഗ് ഒക്കെ ഉണ്ട് ഇതാ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയി നോക്കാം. അടിപൊളിയാണ് കേട്ടോ. ഈ പച്ചപ്പ് നിറഞ്ഞ ഈ മലകൾ കാണുമ്പോൾ എനിക്ക് വന്ന് നമ്മൾ ആ മൂന്നാറിലും ഊട്ടി ആ ഒരു ഭാഗത്തൊക്കെ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഓരോ ഫാമിലി ഓരോ കയാക്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പോയി നോക്കിയിട്ട് കുറച്ച് ടൈം കുട്ടികൾക്ക് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ്. നല്ല കിടിലൻ വെതറുമാണ് കേട്ടോ. നല്ല കിടിലൻ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ചാറ്റൽ മഴയും ഈ ഒരു നല്ല വെതറും. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഉള്ളത് ജബൽ സെംഹാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. നല്ല അടിപൊളി വലിയ മലകൾ, മൗണ്ടൻസ് ഏരിയ. പിന്നെ താഴെ ഫുള്ള് ഫോഗ് നിറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കാണുന്നില്ല. പിന്നെ കാക്കും റജിക്കും മുന്നേ വന്നിട്ടുള്ളതാണ്, തള്ളി മറിക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെയാണ്, ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. തൽക്കാലത്തല്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം എല്ലായിടത്തും UAE രജിസ്ട്രേഷൻ നമ്പറുകളാണ്. ഒമാൻ നമ്പർ പ്ലേറ്റുള്ള കാറിനേക്കാളും കൂടുതലുള്ളത് UAE രജിസ്ട്രേഷനാണ്. അപ്പോൾ താഴേക്കൊന്നും കാണുന്നില്ല ആ ഒരു വ്യൂ ഒന്നും. ഇവിടെ ഒരു ഓഗസ്റ്റ് ആ സമയത്ത് ഫുള്ള് പച്ചപ്പാവെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴെ ഭാഗത്തേക്കൊക്കെ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ഇതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ.
നല്ല കാറ്റാണ്, നമുക്കിവിടെ നിൽക്കാൻ വയ്യ. നമ്മൾ ഡ്രസ്സൊക്കെ പാറി പറന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു ആൻറ്റി ഗ്രാവിറ്റി പോയിൻ്റ് എന്നുള്ളൊരു ഇതാണ്. നമ്മൾ പോകുന്ന വഴി തന്നെയാണ്. ഇവിടെ നമ്മൾ കാറ് ന്യൂട്രലിലിട്ടാലും തന്നെ കയറി പോകുന്നതാണ് പറഞ്ഞത്. നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ കാറ് ന്യൂട്രലാണ്, കയറി പോകുമോ എന്നുള്ളത് നോക്കാം. മണിക്കൂറിൽ 40 to 60 കിലോമീറ്ററിൽ സ്പീഡിലും പോകുന്നതാണ് ഇവർ പറയുന്നത്. അവിടെ ആളുകളൊക്കെ ഇവിടെ കുറച്ച് തിരക്കുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് ആളുകൾ അതേ സ്പീഡിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരികയാണ്, ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് മനസ്സിലാവോ ഇല്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ കാറ് ന്യൂട്രലാണ് കിടക്കുന്നത്, പക്ഷേ കയറി പോകുന്നുണ്ട് നമ്മളെ വണ്ടി കേട്ടോ, മൂവ് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ നല്ല ട്രാഫിക് ജാം ഉള്ളതിനെ കൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ പോവാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ആൻറ്റി ഗ്രാവിറ്റി പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആളുകളൊക്കെ പറന്നു പോകുമായിരുന്നു വായുവിൽ. അപ്പോൾ അതല്ല, പണ്ട് നമ്മൾ ന്യൂട്ടൺ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഒരു ആൻറ്റി ഗ്രാവിറ്റി ഹില്ലാണ്. അപ്പം ഇവിടെ ഈ ഒരു സറൗണ്ടിങ്സിൽ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയ താഴോട്ടാണ് ഇതിൻ്റെ ചെരിവ്, പക്ഷേ മുകളിലേക്ക് ചെരിവുള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ്. ടൈം ഇപ്പോൾ ഏകദേശം 3 മണിയായി. രാവിലെ ഒരു സാൻഡ്വിച്ച് കഴിച്ച് ഇറങ്ങിയതാണ്. നമ്മൾ UAE പോലെയല്ല, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ അതിനകത്ത് ഫുഡൊന്നും ആയിട്ടില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് ചോറ് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി തരാണ് കേട്ടോ, മന്തി റൈസ് മാത്രം. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മളിവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, ഇവിടെ കുളിക്കുക, ആനയാണ്, ചേമ്പാണെന്നൊക്കെ പറഞ്ഞ് കൊടുന്നതാണ് കാക്കു റജിക്ക് കിട്ടും. പക്ഷേ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, മഴ പെയ്തിട്ട് ഒരു 2 weeks അല്ല ആയിട്ടുള്ളൂ, 1 weeks ഒക്കെ ആയിട്ടുള്ളൂ, അത്ര മഴ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളച്ചാട്ടമൊന്നും ഇല്ല. പക്ഷേ നല്ലൊരു വൈബ് കേട്ടോ. എന്താ പറയുക, മരങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നമ്മളിവിടെ അതൊക്കെ ഒന്ന് കണ്ടിട്ടോ. നല്ല ഒരുപാട് ആളുകളുണ്ട്. ആളുകളൊക്കെ ഇതുപോലെ വെള്ളച്ചാട്ടമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, പക്ഷെ ഒന്നുമില്ല. തൽക്കാലം കാക്കും അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം കണ്ടാന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കുഞ്ഞ് വെള്ളച്ചാട്ടം കാണിച്ചു തന്ന് നമ്മളിനി ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഇത് നമ്മൾ ആ ഒരു വാട്ടർഫോൾസ് കാണാൻ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ താഴെ കുഞ്ഞൊരു വാട്ടർഫോൾസ് കേട്ടോ. വണ്ടിയൊക്കെ നിർത്തി കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോയാൽ കാണുന്നതാണ്. അപ്പോൾ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് കാണുകയും ചെയ്തു. കുട്ടികളെ കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഒന്ന് കളിപ്പിച്ച് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഖരീഫ് സീസണിൻ്റെ ഒരു പീക്ക് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴേ നല്ല പച്ചപ്പും നമ്മളാ നല്ല ചൂടുള്ള ആ UAE നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമുക്ക് അത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു കിടിലൻ വൈബ്, നാട്ടിലൊരു മഴക്കാലം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഐദുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ ഒരു കേക്കൊക്കെ സെറ്റാക്കിയൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.